الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء لعلكم قليلا ما تذكرون صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധികളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പല ആയത്തുകളിലൂടെയും ആവശ്യപ്പെട്ട ഒരു കാര്യം, വിശ്വാസികളെ, നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്ന ഈ വേദഗ്രന്ഥത്തെ നിങ്ങൾ പിന്തുടരുക എന്ന വിഷയമാണ്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നതിൽ അതിനെ നിങ്ങൾ പിൻപറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ മനുഷ്യ സമൂഹത്തിന് നൽകിയ വേദഗ്രന്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനാണ് അതിന്റെ താൽപര്യം. ഈ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റുക, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. സൂറത്തുൽ അൻആമിലും സൂറത്തുൽ അറാഫിലും സൂറത്തുൽ സുമറിലുമൊക്കെ ഈ കാര്യം ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാം. ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഉ, സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നത് അങ്ങനെയാണ്. ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹീതമായ കിതാബാണ്, വേദഗ്രന്ഥമാണ്. നിങ്ങൾ അതിനെ പിൻപറ്റി ജീവിക്കുക. അതുപോലെ സൂറത്തുൽ അറാഫിൽ പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ നിങ്ങൾ പിന്തുടരുക, അത് കൈവെടിഞ്ഞുകൊണ്ട് വേറെ രക്ഷാകർത്താക്കളെ നിങ്ങൾ സ്വീകരിക്കരുത്, മറ്റുള്ളവരുടെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്ന് സൂറത്ത് അൽ അറാഫിൽ പറയുന്നു. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ, സൂറത്തുൽ സുമറിൽ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ ഈ നിർദ്ദേശങ്ങളും കൽപ്പനകളും ഉണ്ടല്ലോ, ഈ വേദഗ്രന്ഥം, അതിനെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ശേഷം നൽകുന്ന ഒരു മുന്നറിയിപ്പ്, മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ, പെട്ടെന്ന് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പായി. അള്ളാഹുവിന്റെ ശിക്ഷ അവന്റെ വേദഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ പിടികൂടുമെന്നും ആ ശിക്ഷ ഇറങ്ങുന്നത് അത് പെട്ടെന്നായിരിക്കുമെന്നും, അങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ അള്ളാഹുവിന്റെ ആ വേദഗ്രന്ഥത്തെ പിന്തുടരുന്ന ഒരു നിലപാട് നേരത്തെ നിങ്ങൾ അവലംബിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ, ഈ ആയത്തുകളിലൂടെ എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് അള്ളാന്റെ കിതാബിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആദരണീയമായ, നാം എല്ലാവരും വളരെയേറെ ബഹുമാനിക്കുന്ന വേദഗ്രന്ഥമാണ്. അതിൽ ആർക്കും തന്നെ സംശയമില്ല.
ഒരു മുസൽമാനായ മനുഷ്യൻ പരിശുദ്ധ ഖുർആനിനെ മാനിക്കാതിരിക്കുകയില്ല, ബഹുമാനിക്കാതിരിക്കുകയില്ല. ഖുർആനിന്റെ നേരെ അതിനെ അവഹേളിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ അവന്റെ മനസ്സ് തയ്യാറാവുകയില്ല, അതവൻ പൊറുക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിനെ അപമാനിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ചില ശ്രമങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കള് മുസ്ലിമീങ്ങളോടുള്ള വിരോധത്തിന്റെ പേരിൽ ചിലപ്പോൾ സ്വീകരിക്കാറുണ്ട്. അമേരിക്കൻ പട്ടാളക്കാരൊക്കെ ഈ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ ആ നാട്ടിലെ ജനങ്ങളുടെ വികാരത്തെ അങ്ങേയറ്റം അവമാനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ നിന്ദിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന ചില നടപടികൾ, അതൊക്കെ നമുക്ക് പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കാറുണ്ട്. ടോയ്ലറ്റ് പേപ്പറുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ ഉപയോഗപ്പെടുത്തുക, പരിശുദ്ധ ഖുർആനിനെ അവരുടെ പട്ടാള ബൂട്ടിട്ടുകൊണ്ട് ചവിട്ടി അതിനെ ആ രീതിയിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള പലതും പല ആളുകളും ചെയ്യാറുണ്ട്. ഇസ്ലാമിനോടുള്ള വിരോധം, മുസ്ലിം സമൂഹത്തോടുള്ള വിരോധം, ആ വിരോധത്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നികൃഷ്ടമായ നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരു മതമൂല്യങ്ങളും പാലിക്കാത്തവരാണ് എന്നും സ്വന്തം ജീവിതത്തെയോ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെയോ ആദരിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തികൾ ചെയ്യുകയില്ല എന്നുമാണ് ഇസ്ലാം അതിന്റെ അനുയായികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റ് മതസ്ഥരുടെ ആരാധ്യന്മാരെയോ അല്ലെങ്കിൽ മതചിഹ്നങ്ങളെയോ ഒക്കെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ശിക്ഷണം. പക്ഷെ അങ്ങനെയുള്ള സംസ്കാരമോ ആ രൂപത്തിലുള്ള ഒരു മാന്യതയോ അത്തരത്തിലുള്ള ഒരു മനുഷ്യത്വമോ ഒന്നും ഇന്നത്തെ ഈ നാഗരികതയുടെയും പരിഷ്കാരത്തിന്റെയും ഒക്കെ ഉച്ചിയിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും പല സമൂഹത്തിലും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ അത് വേറെ ഒരു വിഷയമാണ്, അതിനെ സംബന്ധിച്ചല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിനോടുള്ള ആദരവ് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഖുർആനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. ഈ ബഹുമാനത്തിന് പല രീതികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ബാഹ്യമായ ചില രീതികൾ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട് മുസ്ലിം സമൂഹത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ചില ആളുകൾ ഖുർആനിനോടുള്ള അവരുടെ ആദരവ് പ്രകടിപ്പിക്കുക, ഏറ്റവും നല്ല മുന്തിയ തരത്തിലുള്ള ഒരു ഖുർആനിന്റെ കോപ്പി സംഘടിപ്പിക്കുക. അങ്ങനെ ഏറ്റവും നല്ല വൃത്തിയുള്ള നല്ല കടലാസുകളിൽ വളരെ ആകർഷണീയമായ രീതിയിൽ ഖുർആൻ അച്ചടിച്ച് അങ്ങനെയുള്ള ഒരു കോപ്പി തന്റെ വാഹനത്തിലോ അല്ലെങ്കിൽ തന്റെ കിടപ്പറയിലോ തന്റെ മേശപ്പുറത്തോ ഒക്കെ ഭംഗിയായും സൂക്ഷ്മതയോടുകൂടിയും വെക്കുക എന്നുള്ളതാണ് ഖുർആനിന്റെ നേരെയുള്ള അവന്റെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒരു അടയാളമായിട്ട് ചെയ്യുന്ന കാര്യം. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം, അവർ ചിലപ്പോൾ ഖുർആനിന്റെ മനോഹരമായ കാലിഗ്രാഫി സംഘടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ആയത്തുൽ കുർസിയോ അല്ലെങ്കിൽ സൂറത്ത് യാസീനോ ഇങ്ങനെയുള്ള ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമോ അല്ലെങ്കിൽ ആയത്ത് സൂക്തമോ എന്നൊക്കെ മനസ്സിലാക്കപ്പെടുന്ന അല്ലെങ്കിൽ ധരിക്കപ്പെടുന്ന ആയത്തുകളൊക്കെ എഴുതി ഭദ്രമായി അച്ചടിച്ച് അത് കൊണ്ട് തന്റെ വീടിനെയും അതുപോലെ തന്നെ തന്റെ റൂമിനെയും തന്റെ ഓഫീസിനെയും ഒക്കെ അലങ്കരിക്കുന്ന രീതിയിൽ ഖുർആനിനെ ആ രൂപത്തിൽ ആദരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വേറെ ചില ആളുകൾ അവരുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ ആ ഖുർആൻ ഏതെങ്കിലും തരത്തിലുള്ള പിഞ്ഞാണങ്ങളിലോ മറ്റോ ഒക്കെ എഴുതി അത് കലക്കി കുടിക്കുന്ന ഒരു രീതി, അങ്ങനെ ഖുർആനിന്റെ മഹത്വം അല്ലെങ്കിൽ ഖുർആനിന്റെ ബഹുമാനം അത് കാത്തു സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അത് ആ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. വേറെ ചില ആളുകൾ ഖുർആനിന്റെ ഏതെങ്കിലും ആയത്തുകളോ ചെറിയ സൂറത്തുകളോ ഒക്കെ എഴുതി അതുകൊണ്ട് വല്ല ഐക്കല്ലുകളും അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അത് സ്വന്തം ശരീരത്തിൽ അണിയുന്ന രീതികൾ സ്വീകരിക്കുന്ന ഇങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിലും പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള അവരുടെ സ്നേഹം, ആ ഖുർആനോടുള്ള അവരുടെ ബഹുമാനം, ആ രീതിയിലുള്ള അവരുടെ ഖുർആൻ അവരുടെ ഹൃദയവുമായി അത്രയേറെ അടുത്ത് നിലകൊള്ളുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിന്റെ ശരി തെറ്റുകൾ എത്രത്തോളമാണ് എന്ന് വിശദീകരിക്കുകയല്ല ഈ സന്ദർഭത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല. അതൊരിക്കലും നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പറഞ്ഞ രീതിയിൽ ഖുർആനിനെ നിങ്ങൾ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഖുർആനുമായിട്ട് നിങ്ങൾ ഇടപഴകണം, അല്ലെങ്കിൽ അതാണ് ഖുർആനിനോട് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്, ഖുർആനിന്റെ ഉമ്മത്ത്, ഖുർആനിന്റെ അവകാശികൾ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ പാലിക്കേണ്ട ബാധ്യത ഇതാണ്, ഇങ്ങനെയുള്ള ഒരു ചരിത്രമോ ഈ രൂപത്തിലുള്ള ഒരു നിലപാടോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഒരു മാതൃകയായിട്ട് നമ്മുടെ സഹാബിവര്യന്മാരോ അല്ലെങ്കിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമോ അങ്ങനെയുള്ള ഒരു രൂപത്തിൽ ഖുർആനിനോട് ഒരു നിലപാട് സ്വീകരിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അതുപോലെ തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ഏറ്റവും ശ്രേഷ്ഠമായ ആ തലമുറ ഖുർആനിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ പിന്തുടരുന്നു, ഏത് രൂപത്തിലുള്ള ഒരു നിലപാടാണ് ഖുർആനുമായിട്ട് അവർ സ്വീകരിച്ചത്, ഇതാണ് എക്കാലത്തും മാതൃകാപരവും എക്കാലത്തും സ്വീകരിക്കപ്പെടേണ്ടതുമായ രീതി എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തർക്കമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, കാന ഖുലുഖുൽ ഖുർആൻ. തിരുമേനിയുടെ ആ സ്വഭാവം, ജീവിത രീതി, അത് ഖുർആനിന്റെ ഒരു പതിപ്പായിരുന്നു. ഖുർആനിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം, ആ വിശ്വാസിക്ക് പറഞ്ഞ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെ, അയാളുടെ ജീവിതം, അയാളുടെ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലുള്ളതായിരിക്കണം, അയാൾ ചെയ്യുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കുന്നത്, അതപ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മുത്തഖികളുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മുഹ്സിനീങ്ങളുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇബാദുർ റഹ്മാന്റെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഔലിയാഉല്ലാഹ് എന്ന രീതിയിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവരുടെ ഒക്കെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾ, അവർ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് കേട്ടോ യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം ഇന്ന രീതിയിലുള്ളതായിരിക്കും. അവർ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് നമസ്കാരം, നോമ്പ്, സകാത്ത് പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും, ഇങ്ങനെ അവരുടെ സ്വഭാവങ്ങൾ, നിലപാടുകൾ ഇന്ന രൂപത്തിലായിരിക്കും എന്ന് വിശദീകരിക്കുന്നു. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ദാസന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവരാരൊക്കെയാണ്, അവരുടെ നടപടികൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരണത്തോടുകൂടി പറയുന്നത് നമുക്ക് കാണാം. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അള്ളാഹുവിന്റെ ദാസന്മാർ, അടിമകൾ, അവർ വിനയാന്വിതരായിക്കൊണ്ട് ജീവിക്കുന്നവരാണ്, അവർ അഹങ്കാരികളായിരിക്കുകയില്ല. അതുപോലെ തന്നെ അവർ വേണ്ടാത്ത കാര്യങ്ങൾക്കോ വേണ്ടാത്ത തരത്തിലുള്ള കലഹങ്ങൾക്കോ പോവുകയില്ല. ശാന്തമായി സമാധാനത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുന്നവരാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവരുടെ നാഥനോട് അവർ രാത്രികാലങ്ങളിൽ നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നാഥന് ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. കള്ളസാക്ഷ്യം പറയാത്തവരാണ്. അതുപോലെ തന്നെ വ്യഭിചാരം പോലെയുള്ള ലൈംഗികമായ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തവരാണ്. ഇങ്ങനെ അവരുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയുന്നു. മുഹ്സിനീങ്ങളെ അഥവാ അള്ളാഹുവിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കുന്ന അവന്റെ ദാസന്മാരെ സംബന്ധിച്ച് പറയുന്നു. മുത്തഖികളെ സംബന്ധിച്ച് പറയുന്നു. ഇങ്ങനെ ഖുർആനിലൂടെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ധാരാളമായി അവന്റെ ഉത്തമരായ ദാസന്മാരുടെ ഗുണവിശേഷണങ്ങൾ എണ്ണി പറയുന്നത് കാണാൻ സാധിക്കും.
അപ്പൊ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാലിക്കുമായിരുന്നു. ആ തിരുമേനിയുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടാണ് സഹാബ കിറാം അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. തിരുമേനി എന്തൊക്കെയാണ് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിനചര്യ ഏത് രൂപത്തിലാണുള്ളത്, ഇതെല്ലാം തന്നെ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും അത് അനുകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സഹാബത്തിന്റെ നിലപാട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവരോട് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാന്റെ റസൂലില് നല്ല മാതൃകയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ റസൂലിന്റെ മാതൃക അത് നോക്കിപ്പഠിച്ച് അത് അനുകരിച്ച് അതേപോലെ ജീവിക്കുന്നവരായിരുന്നു സഹാബാ കിറാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു നിലപാടായിരുന്നില്ല വിശുദ്ധ ഖുർആനിൽ അവർക്കുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ അതിങ്ങനെ എഴുതി ആ എഴുതിയ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ അത് ഓതിക്കൊണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള വെള്ളത്തിൽ ഊതി ആ ഊതിയ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കാലിഗ്രാഫി കെട്ടി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഖുർആനിനോടുള്ള ഒരു ആദരവ് പുലർത്തുകയോ ചെയ്യുന്ന സമീപനമായിരുന്നില്ല സഹാബത്തിന്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അവരങ്ങനെ മെനക്കെടുകയായിരുന്നു എങ്കിൽ ഏറ്റവും നല്ല വരുമാന മാർഗം അവർക്ക് ഖുർആനായി തീരുമായിരുന്നു. ഏതെങ്കിലും ഒരു സഹാബി ഈ രൂപത്തിലുള്ള ഒരു ആധ്യാത്മിക ക്ലിനിക്ക് തുറന്നാൽ അപ്പോ അതിന് നല്ല കാലഘട്ടത്തിൽ അത് നല്ല ഡിമാൻഡുള്ള ഒരു കാര്യമായിരിക്കും. അത് ഇന്നത്തെ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. അപ്പൊ അതായിരുന്നില്ല, അങ്ങനെയായിരുന്നില്ല സഹാബ കിറാമിന്റെ നിലപാടുകളെന്നും. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പിൻപറ്റണം, ഖുർആനെ സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വിശദീകരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവർ അതുമായി പ്രതികരിച്ചിരുന്നത്, ഏത് രൂപത്തിലായിരുന്നു അവർ ഖുർആനെ പിൻപറ്റിയിരുന്നത് എന്ന് ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ട ചില സംഭവങ്ങളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് തിരുമേനിയോട് പറയുന്നു, അള്ളാന്റെ റസൂലേ, എനിക്ക് ഖൈബറിൽ കുറച്ച് സ്വത്തുണ്ട്. ഖൈബർ എന്ന് പറയുന്ന പ്രദേശത്ത് എനിക്ക് സ്വല്പം സ്വത്ത് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ സ്വത്ത് ഇത്ര വിലയുള്ള, ഇത്ര വിലപിടിപ്പുള്ള, ഇത്ര മുന്തിയ ഒരു സ്വത്ത് എനിക്ക് വേറെയില്ല. അപ്പൊ എന്റെ ആകെയുള്ള സമ്പാദ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും മുന്തിയ തരത്തിലുള്ള സ്വത്താണ് എനിക്ക് ഖൈബറിലുള്ളത്. ഞാനത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർ, നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾ പുണ്യവാളന്മാരാവുകയില്ല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് പുണ്യം ചെയ്ത കൂലി ലഭിക്കുകയില്ല. ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം, വസ്തു അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് വരെ. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴാണല്ലോ അള്ളാഹുവിന്റെ പുണ്യം എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഈ സ്വത്ത് ഞാൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹബ്ബിസിൽ അസ്ല വസബ്ബിലിൽ അസ്മാർ. ഹബ്ബിസിൽ അസുൽ, ആ സ്വത്തിനെ സംബന്ധിച്ച് നീ സ്വീകരിക്കേണ്ട നിലപാട് അതിന്റെ ആ മൂലധനം നിലനിർത്തി അതിലുള്ള വരുമാനം അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ അതിനെ നീ ആക്കി തീർക്കുക. നമ്മൾ വഖഫ് എന്ന് പറയും. വഖഫ് എന്ന് പറയുന്നത് അതിനാണ്, മൂലധനം നിലനിർത്തുക. ഹബ്ബിസിൽ അസുൽ. അപ്പൊ അതിന്റെ മൂലധനം അതൊരിക്കലും തന്നെ വേറെ ആളുകളുടെ ഉടമസ്ഥതയിലേക്കാവുകയോ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് അത് സ്വന്തം ഇഷ്ടമനുസരിച്ച് കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുകയോ ചെയ്യുന്ന ഒരവസ്ഥയില്ലാതെ അതിന്റെ മൂലധനം എന്നും അവശേഷിക്കുന്ന രീതിയിലുള്ള ഒരു വഖഫാക്കി നിലനിർത്തുക. അതിൽ നിന്ന് ലഭിക്കുന്ന ഈ ആദായം അത് പാവപ്പെട്ടവരായ ആളുകൾക്ക് അല്ലെങ്കിൽ ഏറ്റവും അർഹരായ ആളുകൾ, അതുപോലെ തന്നെ പുണ്യകരമായ മാർഗം, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. ഇങ്ങനെയുള്ളത് നീ ചെയ്തോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംഭവമാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ വഖഫ് സംഭവം എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ആ രൂപത്തിലുള്ള വഖഫുകൾ ഇസ്ലാമിക ലോകത്ത് ആ കാലഘട്ടം മുതൽ പിന്നീട് നിരന്തരം നിലനിന്നു. ഇന്നും
മുസ്ലിം സമൂഹത്തിന്റെ വലിയ പല ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നത് ഈ വഖഫ് അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായി അത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു രീതിയാണ്. ഇതേപോലെ തന്നെയാണ് ഇതേ ആയത്ത് കേട്ടപ്പോൾ അബൂ തൽഹ എന്ന് പറയുന്ന അൻസാരി സഹാബിയുടെ ജീവിത രീതിയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ഈ അബൂ തൽഹ എന്ന് പറയുന്ന അൻസാരി സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അള്ളാഹ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് ഏറ്റവും പുണ്യകരമായ വസ്തു എന്താണോ അത് അള്ളാന്റെ മാർഗത്തിൽ വ്യയം ചെയ്യണം, വിനിയോഗിക്കണം എന്ന്. എനിക്ക് ഏറ്റവും മുന്തിയ എന്റെ സ്വത്ത് ബൈറുഹ എന്ന് പറയുന്ന ഈ മദീനത്തെ പള്ളിയുടെ മുറ്റത്തുള്ള ഈ തോട്ടമാണ്. ഈ തോട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ പരിചിതമായ തോട്ടമാണ്. വളരെ മുന്തിയ ആ കാലത്ത് വളരെ വിലയെടുപ്പുള്ള ഒരു തോട്ടമായിരുന്നു. മുന്തിരി ഈത്തപ്പനയുടെ തോട്ടമാണ്. പല വിഭവങ്ങളും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇടയ്ക്കിടയ്ക്ക് പോവുകയും അവിടുത്തെ ഏറ്റവും മനോഹരമായ വെള്ളം, അതുപോലെ തന്നെ ആ കാറ്റ്, അതുപോലെ അവിടുത്തെ വിഭവങ്ങൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആസ്വദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അബൂ തൽഹയുടെ ആതിഥ്യത്തിൽ ഞാൻ ഇത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അബൂ തൽഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു, താങ്കൾ ഏറ്റവും ലാഭകരമായ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ലാഭകരമായ ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഒരിക്കലും തന്നെ നഷ്ടം പറ്റാത്ത രീതിയിലുള്ള ഒരു പുണ്യകർമ്മമാണ് താങ്കൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തോട്ടം അത് താങ്കളുടെ കുടുംബത്തിലുള്ള വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഞാനത് വീതിച്ചു കൊടുക്കാം. അങ്ങനെ ആ ഉത്തരവാദിത്വം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ അബൂ തൽഹ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് തന്നെ ഈ തോട്ടം എന്റെ കുടുംബത്തിലെ ദരിദ്രരായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് വീതിച്ചു കൊടുക്കുക എന്ന് അബൂ തൽഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. അപ്പോൾ അത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആ വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന പാടെ അവരിലുണ്ടാകുന്ന ഒരു അവസ്ഥയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ അത് അപ്പടി തന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് ഓരോ സഹാബിയും പരിശോധിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഈ പുണ്യം നേടാൻ സാധിക്കുമോ? എനിക്ക് ഈ ആയത്ത് നല്ലൊരായത്താണല്ലോ, ഇത് നമുക്കൊന്ന് എഴുതി വെക്കാം എന്നുള്ള രൂപത്തിലല്ല ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഖുർആന്റെ ഈ സൂറത്ത് എടുത്തുകൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിൽ അത് പ്രയോജനപ്പെടുത്താം എന്നുള്ള ചിന്തയല്ല സഹാബത്തിന്റെ ഇടയിൽ കാണാൻ സാധിക്കുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്ന ആ ആയത്തുകൾ അവതരിച്ചപ്പോൾ ആരെങ്കിലും ഒരു അണുത്തൂക്കം ആണ് നന്മ ചെയ്യുന്നത് എങ്കിൽ ആ നന്മ അവന് നഷ്ടപ്പെട്ടു പോവുകയില്ല. അതുപോലെ തന്നെ ഒരു അണുത്തൂക്കം തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതും അവൻ കാണുക തന്നെ ചെയ്യും എന്നാണ് ഈ ആയത്തുകളുടെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തു സിൽസാലിൽ ഈ ആയത്തുകൾ നമുക്ക് പരിചിതമായ ആയത്തുകളാണ്. ഇത് കേട്ടപാടെ അല്ലെങ്കിൽ ഇത് അവതരിപ്പിച്ചപാടെ സഹാബികൾക്കാകെ വെപ്രാളമായി. എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ എന്തെങ്കിലും ഒരു കടുകുമണി തൂക്കം തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതും അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പ്രതിഫലം സ്വാഭാവികമായിട്ടും കിട്ടും. ഇത് വലിയ പ്രയാസകരമായ ഒരു കാര്യമായി, വളരെ പ്രയാസകരമായി, ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതായി സഹാബിവര്യന്മാർക്ക് തോന്നുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ബേജാറോടുകൂടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, ഞങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഒരു തിന്മ സംഭവിച്ചാൽ അതിന്റെ പേരിലും ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? അതിന്റെ പേരിൽ അതും ഒരു വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യമാണോ ഉണ്ടാവുക എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുന്ന മറുപടി, അബൂബക്കറെ, താങ്കൾ മനസ്സിലാക്കുന്നത് പോലെയല്ല അതിന്റെ ഉദ്ദേശം. അതായത് ദുനിയാവിൽ പലതും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. നബിയുടെ ഒരു വിശദീകരണമാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരു സത്യവിശ്വാസിയായ നല്ല ഒരു മനുഷ്യൻ ഏതെങ്കിലും തരത്തിലുള്ള ചെറുദോഷങ്ങളൊന്നും ഇല്ലാത്ത ആരുണ്ടാവുകയില്ലല്ലോ. അപ്പൊ അതും അതിന്റെ ഭാരവും പേറി നാളെ പരലോകത്തിൽ വന്ന് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണോ ഇതിന്റെ താല്പര്യം എന്നോർത്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറാകുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു, ദുനിയാവിലെ
പലതരത്തിലുള്ള അവസ്ഥകളും നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും, ചില അസുഖങ്ങൾ ബാധിക്കും ചില സന്ദർഭങ്ങളിൽ, ചിലപ്പോൾ ചില പ്രയാസങ്ങൾ നേരിട്ടു എന്ന് വരും. മനുഷ്യജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ രൂപത്തിലുള്ള നിരന്തരം സുഖദുഃഖങ്ങളുടേതായ ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയല്ലാതെ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ലല്ലോ. അപ്പോ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയില്ല, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നു, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇങ്ങനെ പലതും നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ഐഹികമായ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രയാസങ്ങൾ പോലും അവന്റെ തിന്മകളുടെ അതിന്റെ പരിഹാരവും അതുപോലെ തന്നെ ആ തിന്മകളുടെ ഫലമായിക്കൊണ്ട് അവൻ അനുഭവിക്കേണ്ടി വരുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് തട്ടിക്കഴിച്ചു പോകുന്നതാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് നബിയുടെ ഒരു ഹദീസിൽ തന്നെ കാണാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന ഹമ്മും ഗമ്മും മനോവൈഷമ്യങ്ങളും അതുപോലെ തന്നെ അസ്വാസ്ഥ്യങ്ങളും അതുപോലെയുള്ള മനപ്രയാസങ്ങളും എല്ലാം തന്നെ അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു പാപം പുറത്തു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രബലമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആയത്ത് അവതരിക്കുമ്പോഴേക്ക് സഹാബിവര്യന്മാരാകെ ബേജാറാവുകയാണ്. ഈ ആയത്ത് കേട്ട ഫമൻ യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ എന്നുള്ള ആയത്ത് കേട്ട ഒരു അറാബിയായ മനുഷ്യൻ, ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാംസ്കാരികമായ ഉയർച്ചയോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നാടൻ അറബി, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, ഈ ചെറിയ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ അതിന്റെ പേരിലുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നഅം, വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അയാള് വാസൗ അത, എന്തൊരു പ്രയാസമാണിത്, എന്തൊരു ദുര്യോഗമാണിത്, എന്തൊരു തരത്തിലുള്ള വിഷമമാണിത് എന്നുള്ള രൂപത്തിൽ അയാൾ എന്തൊന്നില്ലാത്ത തരത്തിലുള്ള ഒരു മാനസിക പ്രയാസം അയാൾ അനുഭവിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പിരിഞ്ഞു പോകുമ്പോൾ പറയുകയാണ്, ലഖദ് ദഖലൽ ഈമാനു ഫീ ഖൽബിഹി, അയാളുടെ മനസ്സിൽ ഈമാൻ കടന്നുകൂടി, അയാളുടെ മനസ്സിലേക്ക് ഈമാൻ കടന്നിട്ടുണ്ട്. അപ്പൊ ആ മനസ്സിൽ ഈമാൻ അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അയാളിൽ നിന്ന് ഉണ്ടായത്. അത് അയാൾക്ക് എന്തെന്നില്ലാത്ത തരത്തിലുള്ള ഒരു മനോവൈഷമ്യം ഉണ്ടാക്കി തീർക്കുന്നു. ഇങ്ങനെയാണ് സഹാബിവര്യന്മാർ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ ജീവിതത്തെ ആ പട്ടാള ചിട്ടയിലുള്ള ഒന്നാമതായിട്ട് ഓർഡർ കിട്ടുന്നതോടൊപ്പം തന്നെ നടപ്പാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയാണല്ലോ പട്ടാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതുപോലെ അള്ളാന്റെ എന്ത് കൽപ്പന വന്നാലും ഒറ്റയടിക്ക് നടപ്പാക്കുക, ഉടനടി നടപ്പാക്കുക, ഈ ഒരു നിലപാടായിരുന്നു അവരുടേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അവരോട് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു, വിശ്വാസികളെ മദ്യപാനം, അതുപോലെ തന്നെ ചൂതാട്ടം, അതുപോലെ പ്രതിഷ്ഠകൾ, ഇതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ പൈശാചികമാണ്, നിങ്ങളത് വെടിയണം, കയ്യൊഴിക്കണം എന്ന് പറയുമ്പോൾ അവരിൽ പലരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുടെ ഗ്ലാസ് പകുതിയായിട്ടുണ്ട്, വേറെ ചില ആളുകളുടേത് ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട്, 2 3 ഉണ്ട്. വേറെ ചില ആളുകൾ നിറ ഗ്ലാസുകളോടുകൂടി മുന്നിൽ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവർക്ക് ഈ ഉത്തരവ് ലഭിക്കുന്നത്, ഈ കൽപ്പന ലഭിക്കുന്നത്. അപ്പൊ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കള്ള് നിരോധിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ വ്യാജവാറ്റ് കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നുള്ള രൂപത്തിലല്ല ചിന്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. അവ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒന്നും കണ്ണിൽ പെടാതെ പിന്നെ എങ്ങനെയാണ് ഇത് വാറ്റി ഉണ്ടാക്കുക, എങ്ങനെയാണ് വലിയ വിലക്ക് വിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ കുടിയന്മാരായ ആളുകൾ ഇതിനി വേറെ എവിടെ നിന്നാണ് കിട്ടുക, ഇതിന്റെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അവർ പരിശോധിക്കുക. പക്ഷേ ഇത് ഒരു ഇറക്ക് വായിൽ തങ്ങിയ ആളുകൾ ആ വായിലുള്ള ഇറക്ക് അത് ശരീരത്തിലേക്ക്, അത് വയറ്റിലേക്ക് ഇറക്കാതെ തുപ്പിക്കളയുന്നു. മുന്നിലിരിക്കുന്ന ഈ കള്ളിന്റെ കോപ്പകൾ അതെല്ലാം തന്നെ പുറത്തേക്ക് ചിന്തുന്നു. കള്ള് നിർമ്മിച്ച് അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന പീപ്പകളെ എല്ലാം തന്നെ എടുത്ത് അങ്ങാടിയിലൂടെ അത് കൊട്ടയിലെറിയുന്നു. ഇങ്ങനെ ആ മദീനയിലെ ടൗണിലൂടെ കള്ള് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ
ഏത് രൂപത്തിലാണ് അവർ പരിശുദ്ധ ഖുർആനെ പിന്തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആണുങ്ങളുടെ അവസ്ഥ മാത്രമല്ല ഇത്, സ്ത്രീകളും അങ്ങനെ തന്നെയാണ്, പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ അവരോട് വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ശിരോവസ്ത്രം കൊണ്ട് അവരുടെ ശരീരത്തിന്റെ നെഞ്ചുഭാഗങ്ങളും അതുപോലെ തന്നെ കഴുത്തിന്റെ ഭാഗങ്ങളുമൊക്കെ അവർ മറച്ചു കളയട്ടെ എന്നുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും. വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഈ ആയത്ത് അവതരിക്കുന്നത് രാത്രി സമയത്താണ്. സ്ത്രീകളൊക്കെ പലരും വീട്ടിലാണ്. അങ്ങനെ ഇശാ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയ പല സ്ത്രീകളും അവർക്ക് ഈ ആയത്ത് ഇറങ്ങിയതിനെ സംബന്ധിച്ച് അറിവ് ലഭിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ അവരുടെ മക്കൾ, അല്ലെങ്കിൽ അവരുടെ വാപ്പ, അല്ലെങ്കിൽ സഹോദരന്മാർ, ഇങ്ങനെയുള്ള ആണുങ്ങളിൽ നിന്നാണ് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപത്തിലുള്ള ഒരു നിർദ്ദേശം അവസാനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അപ്പോൾ അവര് ഇത് കേൾക്കുന്ന പാടെ അവർ യഥാർത്ഥത്തിൽ അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ മാറ്റി അവർ സ്വയം ഈ വസ്ത്രങ്ങൾ കീറി ഏത് രൂപത്തിലാണോ വസ്ത്രം ധരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടുന്നത് ആ രൂപത്തിൽ വസ്ത്രങ്ങൾ മാറ്റി ഉണ്ടാക്കി സുബഹി നമസ്കാരത്തിന് ഇവർ പള്ളിയിൽ വരുന്നത് ഈ പുതിയ വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ടാണ്. പുതിയ സമ്പ്രദായം അവർ അപ്പടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. അവരെ പ്രശംസിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, അൻസാരി സ്ത്രീകളുടെ മാതൃക അങ്ങേയറ്റം അനുകരണീയമാണ്. അൻസാരി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവുകൾ ഉടനടി അതിന്റെ ഒന്നാമത്തെ നിമിഷം തന്നെ അനുസരിച്ച് നടപ്പാക്കുക എന്നുള്ളതിൽ ഇത്രയും ജാഗ്രത കാണിക്കുന്ന ഒരു സ്ത്രീകളെ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവരെ പുകഴ്ത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ആ ഉത്തമമായ തലമുറ പരിശുദ്ധ ഖുർആനെ പിന്തുടർന്നിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഖുർആനിന്റെ ഒരു ഭദ്രമായ കോപ്പി നല്ല ഒരു പട്ടുറയിൽ ഏറ്റവും നന്നായി സൂക്ഷിക്കുക എന്നുള്ളതല്ല ഖുർആനിനോടുള്ള ആദരവ്. ഇപ്പോൾ വേണമെന്നുണ്ട് എങ്കിൽ നമുക്ക് പേന കിട്ടും, ഖുർആൻ പെൻ, ഖുർആന്റെ പേന, അതായത് ഒരു പേനയുടെ രീതിയിലുള്ള ഒരു ഉപകരണം. അതില് ലോകത്തിലുള്ള പ്രമുഖരായ എല്ലാ കാരികളുടെയും ഓത്തുകളുണ്ട്. ആ കാരികളുടെ ഓത്തിന്റെ വ്യത്യസ്ത ശൈലിയിലുള്ള ഓത്തുകൾ അത് പരിശുദ്ധ, അതിന് പ്രത്യേകമായ ഒരു മുസ്ഹാഫുണ്ട്. ആ മുസ്ഹാഫില് ഏത് സൂറത്ത് വേണം, ഏത് ആയത്ത് വേണം, അവിടെ നിങ്ങൾ ഈ പേന വെച്ചാൽ പിന്നീട് ഇത് അത് പ്രകാരം ഓതിക്കൊള്ളും. ആ സൂറത്ത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൂറത്ത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയത്ത് എല്ലാം തന്നെ ഈ പേന ഓതി കേൾപ്പിക്കുന്ന രീതി ഉണ്ടാകും. നമുക്ക് ഓതുന്ന പ്രശ്നം പോലും ഇല്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ഖുർആനൊക്കെ ഓതുന്ന ആളുകൾക്ക് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കിടക്കുക, ഈ പേന ഖുർആൻ ഓതുന്നത് കേൾക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ അങ്ങനെ അതാണല്ലോ നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ അനുസരിച്ച് ഖുർആനെ പിന്തുടരും. ഇത് ഈ പേനയിൽ വിശുദ്ധ ഖുർആൻ മാത്രമല്ല, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അതിലെ ഓരോ ബാബുകളും ഓരോ ഹദീസുകളും എല്ലാം തന്നെ അത് നമ്പറുകളും കാര്യങ്ങളും ഉണ്ട്. അവിടെ അമർത്തി കൊടുത്താൽ ഈ പേന ഈ ആയത്തും ഹദീസും ഒക്കെ പറയും. അപ്പൊ ഇതൊക്കെ ആധുനിക ടെക്നോളജിയുടെ വളർച്ച അനുസരിച്ച് നല്ല കാര്യങ്ങളാണ്. ഇസ്ലാമികമായിട്ട് ഉപയോഗപ്പെടുത്താനും അതുപോലെ അത് കൊണ്ട് പ്രയോജനം എടുക്കാനും ശ്രമിക്കുന്ന ആളുകൾക്ക് അതൊക്കെ നല്ല വിഷയങ്ങളാണ്, ഞാനതിനെ വിമർശിക്കുകയല്ല. പക്ഷേ ഇതെല്ലാം വളരെ നെഗറ്റീവായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് തീർച്ചയായും തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ പരിശുദ്ധ ഖുർആനെ പിൻപറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഖുർആൻ പഠിക്കണം, ഖുർആൻ മനസ്സിലാക്കണം, ഖുർആനിലെ നിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളത് അത് ഉൾക്കൊള്ളണം, അതിലെ ആശയങ്ങൾ കൂടുതലായി അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് പരമാവധി അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നാം ഉത്സാഹിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആനെ പിൻപറ്റുക എന്നതിന്റെ താല്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.